ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. എബ്രായ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിന്നെ അങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ട കേട്ട് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. കരുതിക്കൊള്ളാൻ ആവശ്യം. അപ്പൊ നമ്മള് അതുകൊണ്ട് നാം വല്ലപ്പോഴും അതുകൊണ്ട് നാം വല്ലപ്പോഴും എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 1. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ കേട്ടത് ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്താ പറയാ? ഒഴുകി പോകാതിരിക്കേണ്ടത്. അപ്പൊ കേൾക്കുന്നത് ചില സമയത്ത് നമ്മൾ ഇന്ന് ഒഴുകി പോകുന്ന അവസ്ഥയിലൂടെ ഒക്കെ പോകാറുണ്ട്. ഹല്ലേലൂയ. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആമേൻ ഹല്ലേലൂയ, നമ്മുടെ ചിലപ്പോഴൊക്കെ നമ്മുടെ ചില പ്രതികൂലങ്ങളിൽ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മള് ആമേൻ ഹല്ലേലൂയ മറന്നു പോകും അല്ലെ. ഇവിടെ പക്ഷേ നമ്മള് എന്താ പറയാ, രക്ഷയെക്കുറിച്ചും ഹല്ലേലൂയ സുവിശേഷത്തെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നതിന് ശേഷമാണ് ഇത് പറയുന്നത്. ഹല്ലേലൂയ. അവരൊക്കെ 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, അവരൊക്കെ രക്ഷ പ്രായപ്പെട്ട ശുശ്രൂഷ അയക്കപ്പെട്ട ആത്മാക്കളല്ലേ ഒന്ന് ദൂതന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മളെ കുറിച്ച് പറയുന്നത്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തതിനെ കുറിച്ചും വചനത്തിന്റെ അമ്മ തിരുവഴുത്തുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ കേട്ടതൊക്കെ ഹല്ലേലൂയ ആമേൻ നമുക്ക് ചില സമയത്ത് ഉപകാരമായി വരത്തില്ല. കാരണം നമ്മളിന്ന് ഒഴുകിപ്പോകും. കാരണം വെച്ചാൽ നമ്മളുടെ ചില പ്രതികൂല കാലഘട്ടത്തിൽ കൂടെ പോകുമ്പോൾ അത് ഏറ്റവും അതെന്ന് വെച്ചാൽ നമ്മള് പ്രതിസന്ധി വന്ന് നിൽക്കാൻ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ വിടുവിച്ച ദൈവത്തിന് നമ്മൾ മറന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഉപകാരം ചെയ്ത ദൈവത്തിനെ മറന്നു. നമ്മൾ കേട്ട വചനം നമ്മൾ മറന്നു. ദൈവത്തിന്റെ വചനത്തിൽ നമ്മളോട് കൃത്യമായ വ്യക്തമായ ദൈവം സംസാരിച്ചിട്ട് ഇതൊക്കെ നമ്മൾ മറന്നു. കാരണം പക്ഷെ അതുകൊണ്ട് അവിടെ പറയുന്നത് അങ്ങനെ നമുക്ക് ഒഴുകി പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധയോടാണ് വചനം എപ്പോഴും ഞാൻ പറയും ഉൾനട്ടതായിരിക്കും, ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരണം. ഹല്ലേലൂയ. നമ്മുടെ ചില ആവശ്യങ്ങളിലൊക്കെ നീരുറവയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നത് പോലെ ഈ വചനം ഇങ്ങനെ ഉള്ളത്തിൽ നിന്ന് വരണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി, അപ്പൊ രോഗം വരുന്ന സമയത്ത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ഹല്ലേലൂയ. യേശുക്രിസ്തു അടിപ്പിനാൽ പൂർണ്ണ സൗഖ്യം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവം നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം നമ്മുടെ അവകാശമാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന്. പക്ഷെ ആ സാഹചര്യത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒന്നും വരത്തില്ല. നമ്മൾ എന്താ ചെയ്യും? അയ്യോ വിളിച്ചോണ്ട് ഒടുങ്ങിയിരിക്കും. അതുപോലെ നമ്മുടെ പ്രതികൂലത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലെ ഹല്ലേലൂയ നമ്മുടെ ആവശ്യങ്ങളുടെ മുഖത്ത് ഹല്ലേലൂയ നമുക്ക് ജീവിതത്തിൽ പല ഹല്ലേലൂയ പല പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലേക്ക്, പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ മറന്നു പോകും. അതുകൊണ്ട് അങ്ങനെ മറന്നു പോകരുത്, അങ്ങനെ ഒഴുകിപ്പോകരുത്. കേട്ടതെല്ലാം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഇപ്പൊ സുവിശേഷത്തെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ചില ആൾക്കാർ കേട്ടിട്ട് അവര് അപ്പൊ തന്നെ അത് ഹല്ലേലൂയ ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ കളഞ്ഞിട്ട് പോകുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ, നല്ല മണ്ണിലുള്ളത് വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ലൂക്കോസിന്റെ പുസ്തകം പറയുന്നത് എന്താ? വിത്ത് വിതയ്ക്കാൻ പോയതിനെ കുറിച്ചൊക്കെ ഉമ്മയൊക്കെ പറഞ്ഞു വന്നിട്ട് ഹല്ലേലൂയ കേൾക്കുന്ന വചനം ഹല്ലേലൂയ എന്തായിരിക്കണം എന്ന് പറഞ്ഞേ? നല്ല മണ്ണിലുള്ളത് വചനം കേട്ട് ഗുണമുള്ള നല്ല, ഞാൻ ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കും വോയിസ് കേൾക്കാമെന്ന്. ആമേൻ. നല്ല മണ്ണിലുള്ള വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവൻ തന്നെ. ഹല്ലേലൂയ. ഇപ്പൊ നല്ല മണ്ണിൽ വെച്ച് അവിടെ വിതക്കാരന്റെ ഉപമയെ കുറിച്ച് പറയും. വിതക്കാരൻ ഒരേ ഒരാളെ വിതയ്ക്കാൻ പോയത്. വിത്തും ഒരേ വിത്ത് തന്നെയാണ്. എന്നാൽ എല്ലാ സ്ഥലത്തും വിതച്ച വിത്തും ഒന്ന് തന്നെയാണ്, വിതച്ച വിതക്കാരും ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയ. പക്ഷേങ്കില് ആ വീണ സ്ഥലം വ്യത്യസ്തമായിരുന്നത് കൊണ്ട് അതിന് വ്യത്യസ്തമായിട്ടാണ് അതിന് ഫലം പുറപ്പെടുവിക്കുന്നത് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ പറയുന്നത് നല്ല നിലത്ത് വീണത് അല്ലെ നല്ല മണ്ണിൽ വീണത്. ഹല്ലേലൂയ. നല്ല മണ്ണിൽ വീണത് എന്താ വെച്ചാൽ അത് വചനം കേട്ട് ഹല്ലേലൂയ നല്ല ഫലം ഹൃദയത്തെ സംഗ്രഹിച്ച ക്ഷമയോടെ ഫലം. അപ്പൊ നമ്മൾ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ മറിയെ കുറിച്ച് കേൾക്കുന്നു. മറിയെ കുറിച്ച് അവിടെ എഴുതിയേക്കുന്നത് ഹല്ലേലൂയ ലൂക്കോസിന്റെ പുസ്തകത്തിൽ തന്നെയാണ്. മറിയെ കേട്ടതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത്. യേശുവിന്റെ അമ്മയായ മറിയ
കേട്ടതൊക്കെ എന്ന് വെച്ചാൽ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുക കേൾക്കുന്ന വചനം. അപ്പം വചനം നമ്മുടെ ഉള്ളത്തിൽ സൂക്ഷിച്ച് അവിടെ ഉൾനട്ടതായിരിക്കും വെച്ചാൽ അത് ആഴത്തിൽ വേരൂന്നി ഹാലിൽ അവിടെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അത് തക്ക സമയത്ത് അത് ഫലം കായ്ക്കത്തു. നമ്മൾ കേൾക്കുന്ന ഓരോ ദിവസം നമ്മൾ വചനം കേൾക്കുന്നില്ല. മിക്കവാറും ഞാൻ എപ്പോഴും പറഞ്ഞ മലയാളികളെ ഏറ്റവും കൂടുതൽ വചനം കേൾക്കുന്നത്. വചനത്തിന് ഒരു ക്ഷാമവും ഇല്ല. പക്ഷേ ഇന്ന് കേട്ടത് രാവിലെ കേട്ടത് എന്താണെന്ന് വൈകുന്നേരം ചോദിച്ചാൽ മറന്നു. പിറ്റേ ദിവസത്തേക്ക് ചോദിച്ചാൽ ഉണ്ടാകത്തില്ല, അത് മറന്നുപോയി. ഇന്നലെ കേട്ട വചനം എന്തായിരുന്നു? ഞാൻ തന്നെ കണ്ടിന്യൂഷൻ പറയുന്ന ദിവസങ്ങളിലൊക്കെ ചോദിക്കാറുണ്ട്. ഇന്നലെ നമ്മൾ സംസാരിച്ചെന്ന് ചോദിച്ചാൽ റെഫറൻസ് നോക്കുക, അത് ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇത് കേൾക്കുന്നു എന്നേ ഉള്ളൂ. അത് ഉള്ളിൽ ഇല്ല, വേരില്ല. കാരണം ചിലപ്പം പലവിധ ചിന്തകളായിരിക്കും. ചിലപ്പോൾ നമുക്ക് അതനുസരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് അത് കിടക്കാത്തത്, അല്ലെങ്കിൽ നമ്മൾ വേറെ കേൾക്കുമ്പോൾ ആദ്യം കേട്ടതൊക്കെ മറന്നു പോകുന്നുണ്ടോ? പക്ഷെ അങ്ങനെ ആയിരിക്കില്ല വചനം. വചനം എപ്പോഴും അത് എല്ലാ വചനവും ഉള്ളിൽ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ കേൾക്കുന്ന വചനം ആത്മാവിലാണെങ്കിൽ, ആത്മാവിലാണ് പറയുന്നത്, ആത്മാവിലാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഉള്ളത്തിൽ എങ്ങനെ ആഴത്തിലുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഇവിടെ ഞാൻ പറയും, വിജയൻ പാസ്റ്ററുടെ 2016 തുടങ്ങിയിട്ട് 17 ഞാൻ ആദ്യമായിട്ട് മിനിസ്റ്റർ അറ്റൻഡ് ചെയ്യുന്ന മീറ്റിംഗ്. അന്ന് തുടങ്ങിയിട്ട് കേൾക്കുന്ന ഇങ്ങനെ വചനങ്ങളൊക്കെ നമ്മുടെ ഉള്ളത്തിൽ ഇങ്ങനെ കൃത്യമായിട്ട് ഉണ്ട്. എന്ന് പറഞ്ഞ് ഓരോ ഭാഗങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കാരണം വെച്ചാൽ അത് ഏറ്റവും കൂടുതൽ ലേഖനങ്ങളിൽ നിന്നാണ് എപ്പോഴും സംസാരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആഴത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഞാൻ മിക്കവാറും സംസാരിക്കുന്ന സമയത്ത് ഇത് വെളിപ്പാട് പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ ഉള്ളിൽ ഇങ്ങനെ ആഴത്തിൽ അന്ന് കയറി പതിഞ്ഞതാണ്. ഹല്ലേലൂയ. അപ്പൊ അത് എല്ലാവരുടെ ശുശ്രൂഷയിൽ വരത്തില്ല. പക്ഷേ ഞാൻ പറയാം, പക്ഷെ ചില നമ്മൾ ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം പറഞ്ഞെന്ന് വെച്ച്, ഒരു ദിവസം നമ്മൾ കേൾക്കുന്ന വചനം എല്ലാം നമുക്കുള്ളതായിരിക്കത്തില്ല. പക്ഷേ അതിൽ നമുക്കുള്ള വേർഡ് ഉണ്ട്. ഏത് മീറ്റിംഗ് നമ്മൾ ഇരുന്നാലും നമ്മൾ ചിലപ്പോൾ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കുള്ള വേർഡ് ഉണ്ട്. ആ വേർഡ് ചിലപ്പോൾ ഒരൊറ്റ മിനിറ്റിലായിരിക്കും നമുക്കുള്ള വേർഡ് വരുന്നത്. അതിനെ നമ്മൾ പിടിച്ചെടുത്തില്ലെങ്കിൽ അത് നമുക്കുള്ളതാണ്. നമ്മൾ അതിനെ റിസീവ് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ഫലപ്രദമാകാതെ പോകും. അപ്പൊ വചനം കേൾക്കാനിരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇരിക്കുന്ന സമയത്ത് ദൈവത്തോട് തന്നെ നമ്മൾ പറയണം, കർത്താവേ എന്റെ ആത്മാവ് കണക്റ്റായി, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവും കൂടെ ഒന്നായി കണക്റ്റായി മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് റെവലേഷൻ ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരും. ഇല്ലെങ്കിൽ നമുക്കത് എന്താ പറയാ ഇൻഫർമേഷൻ ആയിട്ട് ഉള്ളിലേക്ക് വരും. ഇൻഫർമേഷൻ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനം. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, ഇൻഫർമേഷൻ നമ്മളെ ചീർപ്പിക്കുമെന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. പക്ഷേ റെവലേഷൻ ആയി വന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് അത് വിടുതലായി മാറത്തുള്ളൂ. അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ബുദ്ധിയിൽ അത് സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കരുത്. ബുദ്ധിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഉപകാരമാകത്തില്ല, മറ്റുള്ളവർക്ക് അത് ഉപകാരം. നമുക്ക് ചിലപ്പോൾ നന്നായി പ്രസംഗിക്കാനൊക്കെ പറ്റിയേക്കും. പക്ഷേ ഇന്നലെ നമ്മുടെ മീറ്റിംഗ് കഴിയുമ്പോൾ ഗസി ആയിട്ട് പറഞ്ഞിരുന്ന സംസാരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വചനത്തിന്റെ കണ്ടിന്യൂഷൻ ആണ് ബിജോ പാസ്റ്റർ അവിടെ പറഞ്ഞത്. ഞാൻ പറയും അതിന്റെ കണ്ടിന്യൂഷൻ ഇന്നലെ ഇവിടെ വീണ്ടും തിരിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ അതേ വചനം തന്നെയാണ് അവിടെ പറഞ്ഞത്. അതിന്റെ ഒരു ഇച്ചിരി ഹയർ ലെവലിലാണ് അവിടെ പറഞ്ഞത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ അതെപ്പോഴും അത് എനിക്ക് ഇന്നലെ കേട്ടപ്പോഴും അത്ഭുതം തോന്നിപ്പോയി എന്ന് പറഞ്ഞ കേസ്. ഞാൻ പറഞ്ഞു അത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ എല്ലാവരും പരിശുദ്ധാത്മാവിലാണ്. എല്ലാവരും ആത്മാവ് കണക്റ്റഡ് ആണ് അല്ലെ. ആത്മാവ് ഇപ്പൊ എന്റെ ഹൃദയം സാറാമ്മ സിസ്റ്റർ ഹൃദയമാണെങ്കിലും അല്ലെങ്കിൽ വിജയപാസ്റ്റർ ഹൃദയം, എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഇടപെടുന്ന പരിശുദ്ധ. കാരണം പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ കൊടുക്കുന്ന വചനമാണ് എല്ലാവരും സംസാരിക്കുന്നത്. അതെപ്പോഴും ചിലപ്പോൾ നമ്മൾ ഒരേ ഇതിൽ വരുന്നവർക്കാർക്ക് കണക്റ്റഡ് ആയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതിന്റെ ബാക്കിയായിരിക്കും അവിടെ പറയല്ല, അവിടെ പറഞ്ഞതിന്റെ ബാക്കിയായിരിക്കും ഇവിടെ പറയുന്നത്. അതെന്താ വെച്ചാൽ പരിശുദ്ധാത്മാവ് അത് കൊടുക്കുന്നത്, പരിശുദ്ധാത്മാവ് അത് പറയിക്കുന്നത്. അപ്പൊ നമ്മളുടെ നമുക്ക് പരസ്പരം അറിയത്തില്ല എന്താ പറയാൻ പോകുന്നത്, അറിയത്തില്ല. പരസ്പരം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആത്മാവിന് നന്നായിട്ട് അറിയാം എന്താ വേണ്ടതെന്ന്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നവരുടെ ഹൃദയത്തോട് ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തിലെ വിഷമങ്ങൾ എന്താണ്, പ്രയാസങ്ങൾ എന്ത്, ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട പരിശുദ്ധാത്മ നമുക്ക് വചനം തരുന്ന. അതുകൊണ്ട് ആത്മാവിലാണ് നമ്മൾ വചനം പറയുന്നതെങ്കിൽ അത് എപ്പോഴും നമ്മൾ അയ്യോ ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചാലും ഞാൻ ആഗ്രഹിച്ച പോലെ എന്റെ ഹൃദയത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയാണല്ലേ കേൾക്കുന്നത് നമ്മൾ പറയാറുണ്ട്. കാരണം അത് അപ്പൊ അതുപോലെ വചനം നമുക്ക് വരുമ്പോഴും ആ വചനം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് റിസീവ് ചെയ്തില്ലെങ്കിൽ അത് ഉപകാരമായി വരും. നമ്മൾ സമയം സ്പെൻഡ് ചെയ്ത് ഒരു മീറ്റിങ്ങിൽ കയറുന്നു, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ എന്തുണ്ടോ എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടന്റ്. നമ്മൾ പോയിട്ട് ചിലപ്പോൾ
3 മണിക്കൂറോ 4 മണിക്കൂറോ 2 മണിക്കൂറോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. നമ്മൾ ചിലപ്പോൾ 4 മണിക്കൂർ സമയം എടുത്തായിരിക്കും അവിടെ പോവുകയും വരികയും കൂടെ ചെയ്യുന്നത് അല്ലേ. രാവിലെ പ്രിപ്പയർ ചെയ്ത് റെഡിയായി ഹാലയിലെ ആമയെ ഡ്രസ്സൊക്കെ ചെയ്ത് ഉടനെ യാത്ര തിരിച്ച് അവിടെ ചെന്ന് ഇത് കേട്ട് അവിടെ തിരിച്ചു വരണം. പക്ഷെ ആ കേൾക്കാൻ ഇത്രയും പോകുമ്പോൾ ചിലപ്പോൾ നമുക്കുള്ള മെസ്സേജ് ചിലപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയിരിക്കും നമുക്കുള്ള വചനം അവിടെ വരുന്നത്. ഈ സമയത്ത് നമ്മൾ പുറകെ പോകുക, അലക്ഷ്യമായിട്ടിരിക്കുക, നമ്മൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക, അങ്ങനെ പലതും നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ പോയത് മൊത്തം വേസ്റ്റ് ആയി പോകും. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ എന്തൊക്കെയോ അവിടെ പോയി പ്രാപിച്ചെന്നൊക്കെ വിചാരിച്ച് നമ്മൾ തിരിച്ചു, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇവിടെ വചനം സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും കാണാറുണ്ട് പലരും പല എന്താ പറയാ ചർച്ചിലൊക്കെ ഇരിക്കുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആമി ഉറങ്ങിയൊക്കെ ചെയ്യാം. അപ്പൊ നമ്മുടെ പാസ്റ്റ് കളിയൊക്കെ വീട്ടിനകത്ത് ആമി 10 3000 ദിറംസ് കൊടുത്ത് വാങ്ങിച്ച് നല്ല മെത്തയ്ക്ക് കിടന്ന് ഉറക്കം വരാത്തൊരു ഇവിടെ വന്നിട്ട് 100 രൂപയുടെ കസേരക്കകത്ത് കയറിയൊക്കെ സുഖമായിട്ട് ഉറങ്ങുന്ന കാണാൻ ഭാഗങ്ങൾ അറിയിക്കോട്ടെ. അവിടെ കിടന്നിട്ട് നല്ല കട്ടിലും മെത്തലും ചേസിയിലൊക്കെ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരു ഇവിടെ വന്നിട്ടൊരു കുഞ്ഞു പ്ലാസ്റ്റിക് കസേര കിട്ടാൻ പാലും ഉറങ്ങുന്ന കാണുമ്പോൾ പറയാം അവര് കുറെ കിട്ടും അവര് ശല്യപ്പെടുത്തണ്ടെന്ന് പറയും. കാരണം തമാശക്ക് പറയുന്നതാണെങ്കിലും അതാണ് അവസ്ഥ. ഹാലയിലെ അവിടെ ചെന്നിരിക്കും എല്ലാവർക്കും തന്നെ അത് അവിടെ ഇരിക്കുമ്പോൾ ഉറക്കം ഒരു ഹാലയില. നമ്മുടെ ഇന്നലെ മോള് പ്രാർത്ഥിക്കാൻ നിന്നപ്പോണ്ട് പ്രാർത്ഥിക്കാൻ എന്നോട് കൊട്ടുപാടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു അവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ച് നിർത്തരുത്, മര്യാദയ്ക്ക് അന്യഭാഷ പറഞ്ഞോളാം പറഞ്ഞിട്ട് ഉറക്കം മാറിയിട്ട് എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞാൽ. കാരണം പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ജഡ എപ്പോഴും ഇതാണ്. വചനം കേൾക്കാതിരിക്കുമ്പോൾ നമ്മുടെ ജഡ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉറക്കിക്കളയുക അല്ലെങ്കിൽ നമ്മളെ മയക്കിക്കളയുക. ഹാലയിലെ പലരും ആ പ്രാർത്ഥനയുടെ എന്താ പറയാ ആ പ്രാർത്ഥന ഡെയിലി നിന്ന് ഉറങ്ങിപ്പോലെ വചനം കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോണ്ട്. കാരണം വെച്ചാൽ ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ ജഡം അത് റിസീവ് ചെയ്യാൻ സമ്മതിക്കാത്തതാണ്. നമ്മുടെ ജഡ എപ്പോഴും ആത്മാവിന് വിരോധമാണ്. അങ്ങനെ തന്നെ നമ്മുടെ വചനത്തിൽ പറഞ്ഞല്ലേ, ആത്മാവിന് എപ്പോഴും വിരോധമായി നിൽക്കുന്നത് പൈശാചിക ശക്തിയിലേക്കാട്ടിക്കുള്ള വിരോധമായി നിൽക്കുന്നത് നമ്മുടെ ജഡമാണ്. ആ ജഡത്തെ നമ്മള് നമ്മുടെ എനിക്ക് ഭയങ്കര ഉറക്കം സിസ്റ്റർ. ഞാൻ പറഞ്ഞ ക്ഷീണമായിരിക്കും ഉറങ്ങുന്നത്. അതല്ല, എനിക്ക് അങ്ങനെ ക്ഷീണം വന്നുറങ്ങുന്നതും അല്ലാതെ ഉറക്കം വന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതാണ് കറക്റ്റ്. നമുക്ക് തിരിച്ചറിയണം. നമ്മുടെ ശരീരത്തിൽ ക്ഷീണമുള്ളപ്പോൾ നമ്മൾ ഉറങ്ങും അല്ലേ. പക്ഷെ നമ്മൾ അല്ല പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വചനം കേൾക്കാനിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉറക്കം വരുന്നു. ഈ ഉറക്കം എങ്ങനെ വരുന്നു എന്ന് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടായാൽ മതി. അങ്ങനെയാണ് ചിലത് നമ്മൾ പ്രാർത്ഥിച്ചാലേ മാറത്തുള്ളൂ. അത് എന്നെ കൊണ്ട് അന്നൊരു ദിവസം പ്രാർത്ഥിപ്പിച്ചിട്ട് അവിടുന്ന് ലാസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് ഇറങ്ങിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ ചില സമയത്ത് ഞാൻ പറയാം എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അസ്വസ്ഥ ഉറക്കം വരുന്ന സമയം ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. അന്നേരം നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. കാരണം വെച്ചാൽ ഇതിനെ ജയിക്കാതെ നമ്മൾ അത് കെച്ചുകൊണ്ടിരുന്ന് നമ്മളെയൊക്കെ ക്ഷീണമായിരിക്കും അല്ലെങ്കിൽ ഉറക്കം വരുന്നത് ഉറങ്ങിയേക്കാന്ന് വിചാരിച്ചു. പക്ഷേ ഇത് എന്താന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് കിട്ടേണ്ടുന്ന വേർഡിനെ റിസീവ് ചെയ്യാതെ വണ്ണം നമ്മൾ ഉറക്കിക്കളയുന്നതാണ്. അപ്പൊ അതെന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ചിലപ്പോൾ ആ ഒരു വേർഡ് ആയിരിക്കും. ആ വേർഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ അപ്പൊ നമ്മൾ അയക്കുന്ന വിഷയത്തിൽ നമ്മളെ വിടുവിക്കുന്നത്. പക്ഷെ അത് നമ്മൾ റിസീവ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇത് റിസീവ് ചെയ്ത് നമ്മൾ അതിനെ ഏറ്റെടുത്ത് നമ്മൾ ആമേൻ പറഞ്ഞ് നമ്മൾ അതിന് വെച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് പൂർണ്ണതയിലേക്ക് എത്തുന്നത്. കർത്താവ് യേശുക്രിസ്തു ഒരുപാടെടുത്ത് പോയിട്ട് വചനം പറഞ്ഞു അല്ലെ. അവിടെ എല്ലാവരും കേട്ടു. പക്ഷെ കർത്താവിന്റെ ഇടയ്ക്ക് പറഞ്ഞു ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ആ നിൽക്കുന്ന ആർക്കും ചെവിയില്ലാത്തവരുണ്ടായിരുന്നോ? ഇല്ല. കാരണം ചെവിയിൽ കൂടെ കേൾക്കുന്നത് അകത്തേക്ക് എത്തിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. അത് അത് റിസീവ് ചെയ്യുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ അനേക വചനം കേൾക്കുന്നുണ്ട്. ഹാലേലിയ. മിക്കവാറും ഞാൻ പറഞ്ഞുതരാം, രാത്രി ഉറക്കം വരുന്നില്ലെങ്കിൽ ഹാലേലിയ ഏറ്റവും വലിയ ഒരു യൂട്യൂബ് എടുത്തുക, ഒരു വചനം നല്ല വചനം പറയുന്ന ആരുടെയും വചനം വെക്കുക, കയറി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ഉറങ്ങിപ്പോയി. എന്ന് വെച്ചാൽ കേൾക്കുന്ന വചനം നമ്മുടെ ശരീരം നമ്മുടെ ജഡം എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഉറക്കിക്കളയും. ഹാലേലിയ. കാരണം ശബ്ദം വരുമ്പോൾ നമ്മൾ ഒരു പാട്ട് വെക്കുക, ഒരു സിനിമ വെക്കുക, അല്ലെ വേറെ എന്തെങ്കിലും പ്രോഗ്രാം വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഉറങ്ങത്തില്ല. കാരണം നമ്മുടെ ജഡത്തിന് അതൊക്കെ ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എത്ര ഉറക്കം രാത്രിയായാലും നമ്മുടെ ജഡത്തിന് എന്റർടൈൻമെന്റ് കൊടുക്കുന്ന എന്തെങ്കിലും കണ്ടാൽ നമ്മൾ ഉറങ്ങത്തില്ല. അതേ സമയത്ത് നമ്മുടെ ആത്മാവിന് എന്റർടൈൻമെന്റ് കൊടുക്കുന്ന, ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ ജഡം അപ്പോൾ ഉറങ്ങും. ഇത് നേരെ തിരിച്ചുകൊണ്ട് കേട്ടോ.
നമ്മൾ ജഡത്തിനെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആത്മാവ് അല്ലെ അകത്തെ മനുഷ്യൻ എന്ന് വെച്ചാൽ ഉറങ്ങും കിടന്നു. അകത്തെ മനുഷ്യൻ ഉറങ്ങിപ്പോയാൽ ഹല്ലേലൂയ, നമ്മുടെ ആത്മമനുഷ്യൻ ഉറങ്ങിപ്പോയാൽ നമ്മുടെ ആത്മീയരുടെ ബലം കെട്ടുപോകും. അതുകൊണ്ട് അവിടെ പലരും പറയാറുണ്ട് ഹല്ലേലൂയ, പല ആൾക്കാരും നമ്മുടെ വീട്ടില് നെറ്റിന്റെ മുമ്പില് മൊബൈൽ വെച്ചുകൊണ്ട് അല്ലെ പലവിധ പ്രോഗ്രാമും കണ്ട് അല്ലെ ഗെയിം ഒക്കെ കളിച്ച് ഇരിക്കുന്ന സമയത്ത് അവർ മണിക്കൂർ അതിനകത്ത് ഇരിക്കുന്നതിന്റെ കാര്യം അവർക്ക് പിന്നെന്താ വെച്ചാൽ ദൈവത്തോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും. ചർച്ചിൽ പോകാൻ ഇൻട്രസ്റ്റ് കുറയും, പ്രാർത്ഥിക്കാൻ ഇൻട്രസ്റ്റ് കുറയും, വചനം വായിക്കാൻ ഇൻട്രസ്റ്റ് കുറയും. കാരണം എന്താ വെച്ചാൽ അവരുടെ ജഡം ഇതിനകത്തേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിക്കൊണ്ടിരിക്കും തോറും ആത്മാവ് ഹല്ലേലൂയ അകത്ത മനുഷ്യൻ അല്ലെ നമ്മുടെ ആത്മ മനുഷ്യൻ എന്ന് വെച്ചാൽ ഉറങ്ങിപ്പോകും. അവർക്ക് ജോലി ഇല്ല അല്ലെ അവർക്ക് അത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് എന്ത് നമുക്കൊരു ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, നമ്മൾ കാണാനിരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ മാറി നിന്ന് ഉറങ്ങുമല്ലേ. നമ്മൾ മാറി എവിടെങ്കിലും തൂക്കി പിടിച്ചിരിക്കും. നമുക്ക് ഒട്ടും അങ്ങോട്ട് അഡ്ജസ്റ്റ് ആകാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ചെന്ന് പെട്ട എന്തായിരിക്കും, നമ്മൾ എവിടെയെങ്കിലും പയ്യെ മൂലക്കോട്ട് ഒതുങ്ങി അങ്ങ് മാറിയിരിക്കും അല്ലെ. കാരണം ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ വിശ്വാസത്തിലൊക്കെ വരുമ്പോ നമുക്ക് ബർത്ത്ഡേ പാർട്ടി മറ്റേത് മറിച്ചതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു അതൊക്കെ. പക്ഷെ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകാറില്ല. ഒന്ന് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും മാറി മൂലയ്ക്ക് എവിടെയെങ്കിലും മാറി നമ്മൾ ചെന്നതിന് വേണ്ടി ഇതാക്കിയിട്ട് നമ്മൾ പയ്യെ പോരാ. അതിനകത്തൊന്നും അവർക്ക് അവരുടെ കൂടെ നമുക്ക് ചെന്ന് മിങ്കിൾ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇത് തന്നെ നമ്മുടെ അകത്തെ മനുഷ്യനും നമ്മൾ നമ്മൾ ഇപ്പോഴും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറമേ ഉള്ള മനുഷ്യൻ അകമേ ഉള്ള മനുഷ്യനും. ഈ അകമേ ഉള്ള മനുഷ്യന് പുറമേ ഉള്ള മനുഷ്യന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അകമേ ഉള്ള മനുഷ്യൻ ഉറങ്ങും. ഇനി അകമേ ഉള്ള മനുഷ്യൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ പുറമേ ഉള്ള മനുഷ്യൻ ഉറങ്ങും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേങ്കില് നല്ലൊരു ആത്മീയനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അകമേ ഉള്ള മനുഷ്യൻ ഇഷ്ടമുള്ള ചെയ്യുമ്പോൾ പുറമേ ഉള്ള മനുഷ്യൻ അത് ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടി അതിനോട് കോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ മെരുക്കിയെടുക്കണം. നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ ഒരു മെരുക്കിയെടുക്കലാണ്. നമ്മുടെ പുറമേ ഉള്ള മനുഷ്യൻ വിശക്കുന്ന എനിക്ക് ഭക്ഷണം താന്ന് പറയും. അപ്പൊ നമ്മൾ എന്താ പറയും, ഇപ്പൊ കഴിക്കണ്ടെന്ന് പറയും. അകത്തെ മനുഷ്യൻ പറയും നിനക്കിപ്പോ ഭക്ഷണം വേണ്ട, നിനക്ക് വേണമെന്ന ഞാൻ വചനം തരാം, അതിന്റെ ശക്തിയിൽ നീ അങ്ങ് നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ വചനവും പ്രാർത്ഥനയൊക്കെ കൊണ്ട് ഇവിടെ ശക്തിപ്പെടുത്തിയിട്ട് പുറമേ ഉള്ള മനുഷ്യൻ നമ്മൾ അനുസരിപ്പിക്കുക ചെയ്യുന്നത്. എന്നുവെച്ചാൽ അകത്തെ മനുഷ്യന് അനുസരിച്ച് പുറമേ ഉള്ള മനുഷ്യനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം. നമ്മൾ മുട്ടുമേലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്കറിയാം, മുട്ടുമേലിരിക്കുമ്പോൾ നമ്മുടെ മുട്ടുവേദന എടുക്കും അല്ലേ. അപ്പൊ ജനം പറയും ഇരിക്കും മതി ഇരിക്കാൻ പറയും. അപ്പൊ അവര് പറയും ഇല്ല, മുട്ടുമേലിരിക്കുമ്പോ ഇപ്പൊ ഇരുന്ന് പ്രാർത്ഥിക്കും, പക്ഷെ നേരത്തേക്ക് അപ്പൊ മുട്ടുമേലിരുന്ന് തന്നെ നമ്മള് പ്രാർത്ഥിക്കുമ്പോ ഈ മുട്ടിന് വേദന എടുക്കുക. നമ്മൾ ആ ശരീരത്തിന്റെ വേദനയെ ശരീരത്തെ അനുസരിപ്പിച്ച് നമ്മൾ മെരുക്കുക. നമ്മൾ ഞാൻ പറയാം ചില ദൈവദാസന്മാരെ കുറിച്ച് ഞാൻ പറയാം. എനിക്കറിയുന്ന ചില ദൈവദാസന്മാരുണ്ട്, അവര് 4 മണിക്കൂർ 6 മണിക്കൂർ 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ആ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവര് ശുശ്രൂഷിക്കാനായിട്ട് പുൽപ്പറ്റയായിട്ട് കയറി നിൽക്കുമ്പോൾ അവിടെ തീ പാർക്കും. അത് കണ്ടിട്ട് ആരും അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. എന്താ തീ പറക്കുന്നത് ചോദിച്ചാ അവരുടെ ബുദ്ധിയിൽ അവിടുന്ന് പ്രസംഗിച്ച് പഠിച്ചിട്ട് വരുന്നത്. അവർ വന്നിരിക്കുന്ന ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ ഇരുന്നിട്ടാ വരുന്നത്. ആ പ്രാപിച്ചതും കൊണ്ടുവരുമ്പം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി തീയാണ് ദൈവം ഹല്ലേലൂയ, അല്ലെങ്കിൽ ദൈവം ആത്മാവാണ് ഹല്ലേലൂയ. ഇത് ഇങ്ങോട്ട് വെളിപ്പെടാൻ തുടങ്ങുമ്പോ ഹല്ലേലൂയ അവിടെ പലതും നടക്കും ഹല്ലേലൂയ. അതൊക്കെ കാണുമ്പം കളിയാക്കുന്നവരോടൊന്ന് കളിയാക്കത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതുപോലെ പ്രാർത്ഥിച്ചിരുന്നിട്ട് അങ്ങോട്ട് ചെന്ന് കയറി നോക്കിക്കേ ഹല്ലേലൂയ. അപ്പൊ അകത്തെ മനുഷ്യൻ എപ്പോഴും ശക്തനായിരിക്കണം. അകത്തെ മനുഷ്യൻ ശക്തനാകുന്നെങ്കിൽ പുറത്തെ മനുഷ്യൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ല അകത്തെ മനുഷ്യൻ. ഇപ്പൊ ഞാൻ പറയുന്ന ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ 2 ആത്മീയർ തമ്മിൽ കണ്ടാൽ എന്തായിരിക്കും സംസാരിക്കുന്നത്? ആത്മീയമായ കാര്യങ്ങൾ സംസാരിക്കും. അത് അവിടെ ചെല്ലുമ്പോൾ സിസ്റ്റർ ഈ സാരി ഇവിടുന്നാ വാങ്ങിച്ചത്, അല്ല ഈ ചുരിദാർ ഇവിടുന്നാ വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് സാധനം ഇതാണ് ലോകപരമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, അതോ ആത്മീയമായ കാര്യങ്ങളാണോ നമ്മൾ സംസാരിക്കുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമുക്ക് ദൈവം സേവകാത്മാക്കളെ ദൂതന്മാരെ ഒരാൾക്ക് കൂടത്ത് മിനിമം 2 ദൂതന്മാരുണ്ടാവും ഹല്ലേലൂയ. ചിലർക്ക് അതിൽ കൂടുതലുണ്ടാവും. ഈ ദൂതന്മാരെങ്ങനെ ആക്റ്റീവ് ആകുന്നത്? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വിശ്വാസത്താലുള്ള വചനം കേൾക്കുമ്പോഴാണ് അവർ ആക്റ്റീവ് ആകുന്നത്. അല്ല കുശുമ്പും കുന്നായ്മയും പറയുമ്പോഴല്ല അവർ ആക്റ്റീവ് ആകുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കുറ്റങ്ങളും കുറവുകളും പറയുകയാണെങ്കിൽ അവർ ഉറങ്ങും കിടന്നിട്ട്. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ ഒരു ആത്മീയരായിരിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഹല്ലേലൂയ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇതിപ്പല്ലേ അപ്പൊ അത് കേട്ടത് അധികം ശ്രദ്ധയോടെ നമ്മൾ കരുതണം. എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്നതൊക്കെ ഒഴുകിപ്പോവും.
അത് ഒഴുകി പോകരുത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഹാലേലൂയ അതവിടെ ഉണ്ടാകണം. നമ്മളൊരു പാത്രത്തിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിന് ഓട്ടയുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അത് എടുക്കാൻ ചെല്ലുമ്പോൾ പാത്രത്തിനകത്തൊന്നും ഉണ്ടാകത്തില്ല, അത് ഒഴുകി പോകും. ഹാലേലൂയ. നമ്മൾ അയ്യോ ഞാൻ നിറച്ചു വെച്ചാണല്ലോ, ഇതിനായിട്ട് എന്തോ പറ്റിയെന്ന് ചോദിക്കും. അതിപ്പോ കാണാനില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ നിറച്ചു വെച്ചത് അതവിടെ നിൽക്കണമെങ്കിൽ ഹാലേലൂയ അതിനുള്ളിൽ ഓട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിലും കേൾക്കുന്ന വചനമൊക്കെ നമുക്ക് ഉപകാരമായി വരണമെങ്കിൽ അതിന് ഓട്ട ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ അത് ഉൾനട്ടതായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പറയുന്നത് നല്ല മണ്ണിൽ വിതച്ച വിത്തായിരിക്കണം നമ്മൾ. അപ്പം അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നല്ല മണ്ണിൽ വിതച്ച വിത്തായിരുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വിത്തിന് ഫലം കിട്ടത്തില്ല. ഹാലേലിയ പുറഭാഷ റിഭാഷ പറകർ ആമേ ഹാല. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം എടുക്കാവോ? 12:13. ഒന്നാം അധ്യായത്തിന്റെ 12, 13, 15. 2 പത്രോസ് 1:12. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അതിന്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തു കൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യം ഉറച്ചു നിൽക്കുന്നവർ എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. അപ്പൊ നമ്മള് അറിഞ്ഞവരാണ്. എന്താ? സത്യം അറിഞ്ഞവരാണ്. ഹാലേലൂയ. അപ്പൊ നിങ്ങൾ സത്യം അറിയാൻ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കി. അപ്പൊ സത്യം അറിഞ്ഞവരാണ്. അപ്പൊ സത്യം നമ്മളെ സ്വതന്ത്രമാക്കി. ശരിയാ. പക്ഷെ ഈ കേട്ട സത്യത്തിൽ ഉറച്ചു നിന്നാൽ എന്ത് പറ്റും? കേട്ട സത്യം ഉറച്ചു. കാരണം പലരും വിശ്വാസത്തിൽ വരുന്നുണ്ട്, കേൾക്കുന്ന അവര് കേട്ടു സത്യം അവരെ സ്വതന്ത്രമാക്കിയെന്ന് പറഞ്ഞ് അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്നു. പക്ഷെ അവരുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അവർ പിന്മാറിപ്പോന്നു. എന്തുകൊണ്ടാണ് പിന്മാറിപ്പോന്നത്? കേട്ട സത്യം അവർക്ക് ഉപകാരമായി വരുന്നില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ അത് ഉപകാരമായി വരത്തക്കവണ്ണം അത് ക്രിയ ചെയ്യുന്നില്ല. അവർ കേട്ടതൊക്കെ അരിച്ചു കഴിയുമ്പോൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ കേട്ടതവർക്ക് വിശ്വാസമായിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് ആ സാഹചര്യത്തെ ജയിക്കാൻ അത് ഉപകാരപ്പെടുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ സാഹചര്യത്തെ എങ്ങനെ ജയിക്കുമെന്ന് വെച്ചാൽ നമ്മുടെ ശക്തിയാലും ബുദ്ധിയാലും ഒന്നും അല്ല ജയിക്കുന്ന നമ്മൾ കേട്ട വചനത്താലാണ് അത് ജയിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ദൈവം നമ്മളെ ഇരിക്കുന്ന പ്രതികൂലത്തിൽ നമ്മൾ ഇതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പിറുപിറുക്കാനോ ചിലപ്പോൾ എന്തെങ്കിലും കുറ്റം പറയാനൊക്കെ ഇരിക്കും കർത്താവിനോട് തന്നെ ചോദ്യം. പക്ഷെ ഇത് ചോദിക്കുന്ന സമയത്തൊക്കെ ദൈവം നമ്മളോട് മറുപടി എന്ന വചനത്തിലൂടെയാണ്. എന്ന് വെച്ചാൽ വചനം നമ്മുടെ അന്നേരം കേൾപ്പിക്കില്ല, നമ്മുടെ ഉള്ളിൽ കേട്ട വചനമൊക്കെ ഇങ്ങനെ പരിശുദ്ധം എന്ന് വെച്ചാൽ അതിനെയൊക്കെ പൊക്കിയെടുത്ത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുപോകും. ഹാലേലൂയ. ഞാൻ ബെൽസ്പാൽസ് വന്ന സമയം ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്ന ദൈവം ഒരു എന്നോട് വിഷയം ഞാൻ ഇന്ന് രാവിലെ അത് ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാനത് പറയാനായിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നിരുന്നപ്പോഴത്താണ് ഞാനത് മാറ്റി. അപ്പൊ അതിനകത്ത് പറഞ്ഞേ ഇരുട്ടിലെ കിടക്കുന്ന ചില നിക്ഷേപങ്ങളുണ്ട്, മറവിടങ്ങളിൽ ഇരിക്കുന്ന ചില ഗുപ്തനിധികളുണ്ട്. അപ്പൊ അത് നമുക്ക് തരണമെങ്കിൽ എന്താന്ന് വെച്ചാ നമ്മളെ ഇരുട്ടിൽ കൂടെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ 2 ദിവസമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇതിന്റെ വായിലേക്ക് കയറി വരുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വർണം ഖനനം ചെയ്യുന്ന സ്ഥലം, ഡയമണ്ട് എടുക്കുന്ന സ്ഥലം, ഇതൊക്കെ നമുക്ക് അറിയാം. അതൊക്കെ വെച്ച് ആഴത്തിലാ കിടക്കുന്ന, അത് ഇരുട്ടിലാ കിടക്കുന്ന. ഹാലില്ല, അത് കുഴിച്ച് ആഴത്തിലേക്ക് ചെന്ന് ചില കിലോമീറ്ററോളം ആ ഇരുട്ടിന്റെ ആ ഗുഹയിൽ കൂടെ ഒക്കെ ഇങ്ങനെ കുഴിച്ച് അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇതിനെ കണ്ടെടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇരുട്ടിൽ കിടക്കുന്ന ഇത്, ആഴത്തിൽ മറഞ്ഞു കിടക്കുന്ന ഇത്, ഇതെന്താ വെച്ചാൽ ഗുപ്തനിധിയാണ്. ഇത് എടുക്കണമെങ്കിൽ നമ്മൾ മേളിൽ നിന്ന് വെളിച്ചത്ത് നിന്നിട്ട് ഇതിന് പൊങ്ങി വന്നിട്ട് വരുത്തില്ല. കിണർ കുഴിക്കുന്നവർക്കൊക്കെ അറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് കിണർ കുഴിക്കുന്നതൊക്കെ അല്ലെ. കിണറൊക്കെ അതിനുള്ളിൽ ഇറങ്ങി മണ്ണ് കുഴിച്ച് ഒരു വട്ടമൊക്കെ ഉണ്ടാക്കി അതിനുള്ളിലേക്ക് ഇറങ്ങി നിന്ന് ഹാലിലെ മനുഷ്യർ കഷ്ടപ്പെട്ട് കുഴിച്ച് അടിയിലേക്ക് എത്തുമ്പോഴാണ് വെള്ളം കാണുന്നത്.
ചില കിണറൊക്കെ ചില നമ്മുടെ ചില ഈ എന്താ പറയാ മലപ്രദേശങ്ങളിലൊക്കെ കിണറൊക്കെ ഭയങ്കര ആഴമാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു 150 തുടിയൊക്കെ താഴേക്ക് പോകണം, എന്നാലും നമുക്കൊക്കെ എത്തുമൊക്കെ ചിലപ്പോൾ താഴേക്ക് എത്താൻ കാണത്തില്ല. അത്രത്തോളം പാറയും കല്ലും ഒക്കെ വെട്ടി 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 താഴെ ചെല്ലുമ്പോഴവർക്ക് വെള്ളം കിട്ടുന്നത്. അവർ മുകളിൽ നിന്നിട്ട് വെള്ളം ഉണ്ടാകട്ടെ എന്നുണ്ട്. അപ്പൊ ആ ഇരുട്ട് കുഴിച്ചു കുഴിച്ച് അടിയിലേക്ക് പോകുന്നത് അവർ ഇരുട്ട്, അന്നേരം അവിടൊക്കെ ഇരുട്ടല്ലേ, നമുക്ക് ആ ശരി കുഴി വെട്ടി 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 അങ്ങോട്ട് ചെല്ലുമ്പോഴായിരിക്കും. പക്ഷേ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ ദൈവം നമുക്ക് ചില ഗുപ്ത നിധികളൊക്കെ മറച്ചു വെച്ചിരിക്കുന്ന ചില ട്രഷേഴ്സ് ഒക്കെ നമുക്ക് തരണമെങ്കിൽ നമ്മൾ ആ ഇരുട്ടിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോയേ പറ്റത്തുള്ളൂ. അപ്പൊ ഇരുട്ടിന്റെ അനുഭവത്തിൽ കടന്നു പോവാത്തവർക്ക് ഒരിക്കലും ദൈവത്തിന്റെ മറഞ്ഞിരിക്കുന്ന ഗുപ്തനിധി ലഭിക്കത്തില്ല. അതുകൊണ്ട് ചിലരൊക്കെ പറയാറുണ്ട് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. നമ്മൾ കാണുന്ന ഇന്ന് നമ്മൾ കാണുന്ന സ്റ്റേജിൽ നിൽക്കുന്ന മിന്നത്തിളങ്ങുന്ന പാസ്റ്റർമാരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. കാരണം വെച്ചാൽ ഭയങ്കര ശുശ്രൂഷയും ഭയങ്കര എന്താ പറയുക രാജ്യങ്ങളിലേക്ക് പറക്കുന്നതൊക്കെ. പക്ഷേ ഇവരോടൊക്കെ പേഴ്സണലായിട്ട് സംസാരിച്ച് മനസ്സിലാകും ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ ഭയങ്കര ഇരുട്ടിന്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയ സമയങ്ങളുണ്ടായത്, വർഷങ്ങളോളം ഹല്ലേലൂയ അവരൊക്കെ കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസവും യാചനയൊക്കെ ആയിട്ട് ഹല്ലേലൂയ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാതെ ഹല്ലേലൂയ അങ്ങനെ കടന്ന് കഷ്ടപ്പെട്ട ആൾക്കാരായി ഇന്ന് നമ്മളെ കാണുന്ന മനുഷ്യരൊക്കെ. നമ്മുടെയൊക്കെ വിചാരം എന്ന് വെച്ചാൽ, ഞാനൊക്കെ ആദ്യം വിശ്വാസം വിചാരിച്ച കാര്യം ഞാൻ കരുതിയെന്ന് വെച്ചാൽ അയ്യോ ഇവരൊക്കെ ഇങ്ങോട്ട് ഇന്നലെ എങ്ങനെ ഇങ്ങോട്ട് വിശ്വാസത്തിൽ വന്നിട്ട് ഇന്ന് കയറി സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന അല്ലെ ഇന്ന് കയറി ശുശ്രൂഷിക്കുന്ന ഒരവസ്ഥയാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ആദ്യം നമ്മുടെ ഗ്രേസ് സിസ്റ്റർ പ്രസംഗം കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ വിശ്വാസത്തിൽ 2 മാസം 3 മാസം കണ്ടായിട്ടുള്ളൂ. ആ പുള്ളിക്കാരത്തി നല്ല വചന ശുശ്രൂഷയാ ഹല്ലേലൂയ, കൺവെൻഷൻ പ്രസംഗമൊക്കെയാണ്. പുള്ളിക്കാരി വചനമൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വായും പൊളിച്ച് സത്യം ഇങ്ങനെ വായും പൊളിച്ച് അന്നം വിട്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ദൈവമേ, അപ്പൊ ഞാൻ അവിടെ നിന്ന് പറയാം കർത്താവേ അയ്യോ ഈ സിസ്റ്റർ എത്ര നന്നായിട്ട് വചനം സംസാരിക്കുന്നത്, എനിക്ക് എന്താ ഇങ്ങനെ പറ്റാത്തത്? ഞാൻ ദൈവത്തോടാണെന്നുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ പരിശുദ്ധ മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ മീറ്റിംഗ് ആയപ്പോ ഈ സിസ്റ്ററോട് പോയിട്ട് ചോദിച്ചു, സിസ്റ്റർ എത്ര നാളായി വിശ്വാസത്തിൽ വന്നിട്ടെന്ന് ചോദിച്ചു. ഞാൻ 25 വർഷമായി സിസ്റ്റർ എന്ന് പറയാം. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ദൈവമേ അത് 25, ഞാൻ 2.5 മാസം പോലും ആയിട്ടില്ല, 2 മാസം അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഇത്രയൊക്കെ പറഞ്ഞാൽ ഞാൻ വചന പറയും അല്ലേ. പക്ഷെ എനിക്ക് ഇതുപോലെ പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് അന്ന് ഞാൻ ആലോചിച്ചത് ഹല്ലേലൂയ. അപ്പൊ ഇതിനെ കാരണം 25 വർഷമായി കഴിഞ്ഞൊരു വ്യക്തിയെ ഞാൻ കണ്ടപ്പോഴും അവിടെ നിന്ന് തീപ്പൊരി പ്രസംഗിക്കുന്ന കാണുന്നു ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ചിന്ത അന്ന് വിശ്വാസം, എന്റെ ചിന്ത ഇവരിപ്പോ ഇന്നലെ എന്നെ പോലെ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ, ഇന്ന് അങ്ങോട്ട് കയറി മൈക്കെടുത്ത് വെച്ച് പ്രസംഗിക്കുകയാണെന്നാ വിചാരം. പക്ഷെ ഇവന്റെയൊക്കെ പിന്നിൽ എത്ര അധ്വാനം അല്ല എത്ര കഷ്ടതയുണ്ടെന്നുള്ളത് ഹല്ലേലൂയ. അവരോടൊക്കെ ചോദിച്ചു പരിക്കുന്നു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് 2 വർഷം 3 വർഷം ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ആത്മാഭിഷേകം പ്രാപിച്ചത് പോലും നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവ് അഭിഷേകം തന്ന ഹല്ലേലൂയ അഭിഷേകം അത്രത്തോളം നമ്മളോടൊക്കെ അത്രത്തോളം ദൈവം കനിവ് കാണിച്ചല്ല, സ്നേഹം കാണിച്ചപ്പം നമ്മൾ അവരെയൊക്കെ കണ്ടിട്ട് ഹല്ലേലൂയ നമുക്ക് എന്തത് പറ്റാത്തത്. അപ്പൊ ചില ആൾക്കാരുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ ഇപ്പൊ ആയിരിക്കുന്ന ചില സിറ്റുവേഷൻസ് നമ്മൾ അവിടെ ഇരിക്കുമ്പം ദൈവം നമ്മളെ ഉറപ്പിക്കുന്നത്, നമ്മളെ നമ്മളെ പണിയുന്ന ദൈവം നമ്മളെ ഹല്ലേലൂയ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വെച്ചാൽ മറ്റുള്ള. അപ്പം ഞാൻ അതിനുശേഷം ഞാൻ ഒരുപാട് ഇന്ന് ശക്തമായി ശുശ്രൂഷിക്കുന്ന ഒരുപാട് ദേവദാസന്മാർ നമ്മുടെ സാമച്ചൻ പാസ്റ്റർ എല്ലാ മനുഷ്യരും എല്ലാവരുടെയും വ്യക്തിപരമായിട്ട് അവര് കടന്നുപോയ പഴയ കാലങ്ങളെ കുറിച്ച് കേൾക്കാൻ ഒത്തിരി ഇടയായിട്ടുണ്ട്. ഇതൊക്കെ കേട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഹല്ലേലൂയ പണ്ട് സൗദിയിൽ എവിടെ ചെന്നിട്ട് ആരെ കൊണ്ടുവരാൻ വിസിറ്റ് വിസ എടുത്തോടത്ത് കൊണ്ടുവന്നിട്ട് അവിടെ ചെന്നിട്ട് ഹല്ലേലൂയ കൊണ്ടുവന്ന ആള് റിസീവ് ചെയ്യാൻ പോലും ചെന്നില്ല. അവസാനം അവിടെ ചെന്ന് പെട്ട് തിരിച്ചു പോകാൻ ഒക്കെ പറയാ ഇതുമില്ല, താമസിക്കാൻ സ്ഥലമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, റോഡിൽ കൂടെ ഇങ്ങനെ ഹല്ലേലൂയ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ദേവദാസൻ ഓപ്പോസിറ്റ് വരുന്ന ആ ദേവദാസൻ എന്നോടൊന്ന് പ്രാർത്ഥിക്കുമെന്ന് വെച്ചു. പ്രാർത്ഥിക്കുന്ന നെടുമ്പാശ്ശേരി എയർപോർട്ട് നിനക്ക് KSRTC ബസ് സ്റ്റാൻഡ് പോലെ നീ ഒരു ഫ്ലൈറ്റ് അടുത്ത ഫ്ലൈറ്റിലേക്ക് ഇരുന്ന് രാജ്യങ്ങൾ തോറും പോകുന്ന കുറെ പുള്ളി അവിടെ നിന്ന് ആമേനൊക്കെ പറഞ്ഞിട്ട് അന്നേരം നിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു നിൽക്കുന്ന ഹല്ലേലൂയ. അപ്പൊ ആ നിൽക്കുന്ന അവസ്ഥ ഒരു മനുഷ്യനെ നോക്കി ഹല്ലേലൂയ പറഞ്ഞ പ്രവചനമാണ്. പക്ഷെ അതെല്ലാം അക്ഷരാർത്ഥം അതുപോലെ തന്നെ സംഭവിച്ചു ഹല്ലേലൂയ. ഞാൻ പറയുന്നത് അപ്പൊ നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കേൾക്കുന്ന ചില പ്രവചനങ്ങളൊക്കെ കേൾക്കുന്ന നമുക്ക് ഇതൊക്കെ സംഭവിക്കാൻ വല്ല ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമ്മളിപ്പോ ആയിരിക്കുന്ന സിറ്റുവേഷൻ ഞാനും ചിലപ്പോഴേക്കും കർത്താവെ കേട്ട പ്രവചനമൊക്കെ എവിടെ നിൽക്കുന്നത്, ഞാൻ നിൽക്കുന്ന സിറ്റുവേഷൻ എവിടെ നിൽക്കുന്നത് ഹല്ലേലൂയ. കാരണം വെച്ചാൽ നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ, നമ്മൾ കടന്നു പോകുന്ന ചില സിറ്റുവേഷൻ നിൽക്കാൻ നമുക്ക് തോന്നും ഹല്ലേലൂയ ഇതിനൊന്നും ഒരു ചാൻസും ഇല്ല ഹല്ലേലൂയ. പക്ഷേ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മാറും. പക്ഷെ ഇത് നമ്മൾ ഇതിലൊക്കെ കടന്നു പോയാൽ നമ്മൾ അവിടേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ദൈവം എപ്പോഴും വാഗ്ദത്തം പറയും, പക്ഷെ പോകേണ്ടെന്ന് വഴി പറയത്തില്ല.
ആ വഴി പറഞ്ഞ അപ്പൊ തന്നെ പിന്നെ തിരിഞ്ഞു പോകുന്ന അറിയാവുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമ്മുടെ ദാവീദിനെ പിടിച്ച് ദാവീദ് വെറുതെ കാട്ടിലെങ്ങാണ്ടായിരുന്നു ദാവീദിനെ പിടിച്ച് വിളിച്ചു വരുത്തിയിട്ട് അഭിഷേകതയിൽ എടുത്ത് ഹല്ലേലൂയ ഒഴിച്ചു. ഹല്ലേലൂയ. നിന്നെ ഇസ്രായേലിന്റെ രാജാവാക്കി അഭിഷേകം ചെയ്തിരിക്കുന്നു പറഞ്ഞു. അതിനുശേഷം ദാവീദിന്റെ ജീവിതത്തിൽ നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. കാരണം എന്താ വെച്ചാ അത് ദൈവം പറഞ്ഞില്ല മുമ്പേ. ഇനി ഇങ്ങനെ ഓടേണ്ടി വരും. നിന്നെ ഞാൻ ഇത്ര വർഷം ഇങ്ങനെ ഇട്ട് കാട്ടിലും അവിടേക്ക് ഓടിക്കാൻ പോവാ. എന്നിട്ട് നിന്നെ സിംഹാസനത്തിൽ കൊണ്ടിരുന്നത് ദാവീദ് അപ്പോ അയ്യോ കർത്താവേ എനിക്കത് വേണ്ട, ഞാൻ ആടിനെ വെച്ചുവിടെ കണ്ടിരുന്നോളാന്ന് പറയല്ലേ. ഇതാണ് നമുക്കൊക്കെയുള്ള പ്രശ്നം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ ചോദിക്കും നമ്മുടെ അവസ്ഥയെ കൂടെ പോകുന്ന സ്ഥലത്ത്. പക്ഷെ നമ്മളെയൊക്കെ അവിടെ പിടിച്ചു നിർത്തുന്നു, ഉറപ്പിക്കുന്നു. ദൈവം നമ്മളോട് സംസാരിക്കുന്ന വചനത്തിലൂടെയാണ്. അല്ല, വചനം നമുക്ക് വെളിപ്പെടുമ്പോ നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്ന വചനം നമ്മുടെ ഉള്ളിലുള്ളപ്പോ ഹല്ലേലൂയ. പലരും ഇരിക്കുന്നവർ പറയാറുണ്ട്, എന്താണെന്ന് അറിയത്തില്ല സിസ്റ്റർ, എത്ര വർഷമായി ഹല്ലേലൂയ പ്രാർത്ഥിച്ച ആ സ്ഥാനത്തിൽ മാത്രം ഒരു വിടുതലില്ല. ഞാനും പറയാറുണ്ട്. ഞാൻ ഇന്നലെയും കൂടെ ദൈവത്തോട് ചോദിച്ചു, ഇന്ന് ദൈവത്തോടല്ലേ ഹല്ലേലൂയ, ഞാനിങ്ങനെ അഭിമന്യു പാസ്റ്ററായിട്ട് ഇങ്ങനെ സംസാരിക്കണേ. ഞാൻ പറഞ്ഞ പാസ്റ്ററെ, പുള്ളി ഇപ്പൊ UP-യിലൊക്കെ പോയിട്ട് വന്ന് ഹല്ലേലൂയ. അന്ന് നമ്മള് ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യയിൽ യാത്രയ്ക്ക് ഒരുങ്ങിക്കൊന്നു. അപ്പം ഇന്നലെ പോയിട്ട് വന്നിട്ട് ഹല്ലേലൂയ ആന്റി നല്ലതായിരുന്നു, അനുഗ്രഹപ്പെട്ട ശുശ്രൂഷയാന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു, മറ്റാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അവരുടെ വിഷയങ്ങളൊക്കെ ദൈവം നമ്മളോട് കൃത്യമായി സംസാരിക്കും. ഹല്ലേലൂയ. അത് ഇടപെടും ഒക്കെ. പക്ഷെ നമ്മുടെ വിഷയം ചോദിക്കുമ്പോൾ ദൈവം മൗനമാണ്. ഹല്ലേലൂയ. കർത്താവ് എങ്ങനെ, എന്ത്, എപ്പോ എന്നൊക്കെ ചോദിച്ചാല് ഒരനക്കവും ഇല്ല. ഹല്ലേലൂയ. ആമേൻ. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആകെപ്പാട് വിഷമത്തിലും സങ്കടം, എന്താ കർത്താവ് ഇതിന് മാത്രം മറുപടി വരാത്ത, നമ്മുടെ കേള സിസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടത്, എന്താ കർത്താവ് ഇതിന് മാത്രം മറുപടി പറയത്തെന്ന് ഹല്ലേലൂയ ചോദിക്കും. അവർ നമ്മുടെ ആ ഒരു വിഷയത്തിന് മാത്രം ഒരു അനക്കവും ഇല്ല. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മളൊക്കെ പാനിക് ആകാറുണ്ട്. ഹല്ലേലൂയ. കാരണം വെച്ചാൽ എന്തുകൊണ്ട് അതിന് മാത്രം ദൈവം മറുപടി പറയുന്നു? അല്ല, നമ്മൾ ചോദിക്കുന്ന നമ്മുടെ വിഷയം മാത്രം എന്തുകൊണ്ട് ദൈവം ഹല്ലേലൂയ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ദൈവം പറയും അവിടെ ദൈവം മൗനമാണ്. ഹല്ലേലൂയ. ആ കാര്യത്തിൽ ഹല്ലേലൂയ മൗനമാണെന്ന് വിചാരിച്ച് ദൈവം വെറുതെ ഇരിക്കുന്ന ആരും വിചാരിക്കരുത്. നമ്മുടെ യോസേപ്പൊക്കെ ചോദിച്ചാണല്ലേ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴൊക്കെ ചോദിച്ചു, കർത്താവ് എന്താ ഇത് ഹല്ലേലൂയ. ഞാൻ പറയാം, അന്ന് സുരേഷ് ബാബു പാസ്റ്റർ യോസേപ്പിനെ കുറിച്ച് പ്രസംഗിക്കുന്ന കേട്ടപ്പോഴല്ലേ ആ കാരാഗൃഹത്തിന്റെ അനുഭവം എത്രത്തോളം ഭയാനകമാണെന്ന് മനസ്സിലാക്കി. നമ്മൾ ആ ഭാഗം വായിച്ചു വിടല്ലേ, യോസേഫിനോട് ഉണ്ടായിരുന്നു അതൊരാൾ ചെന്നിടത്തൊക്കെ. പക്ഷെ ഒരു കാരാഗ്രഹത്തിന്റെ അവസ്ഥ എന്തെന്ന്, അന്നത്തെ കാരാഗ്രഹത്തിൽ എങ്ങനെയായിരുന്നു ആ മനുഷ്യൻ ജീവിച്ചതെന്നും എത്രത്തോളം അവിടെ യാതന സ്ഥലം പോലെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്ന ആ കാരാഗ്രഹത്തെ കുറിച്ച് പഠിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രശ്നം എന്താ, നമ്മുടെ ലൈഫ് ഏറ്റവും വിഷയം അല്ലേ. ഇന്നലെ കുവൈറ്റിൽ പെട്ടെന്ന് ഉണ്ടായ ആ സംഭവം അക്ഷരാർത്ഥം നമ്മളെല്ലാം ഞെട്ടിച്ചു കളഞ്ഞു. നമുക്ക് ഓരോ പ്രവാസിക്കും സങ്കടം തോന്നും. കാരണം വെച്ചാൽ ഓരോ ആൾക്കാർ, ഓരോ കുടുംബത്തിന്റെ പ്രതീക്ഷയും ഒരു അപ്പൻ പറയുന്നുണ്ട് ആ കുഞ്ഞിനെ, ആ മകൻ പോകാൻ ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ വീട്ടുകാർ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. ഒരമ്മ പറയുന്ന ഒരു വീട് വെക്കണമെന്ന് ഒരു ആഗ്രഹത്തോടുകൂടി പോയതാണ്. ആ വീട് പണി പൂർത്തിയായി. പക്ഷെ ആ വീട്ടിലേക്ക് വരാൻ പോകുന്നത് ആ ആളുടെ ശവപ്പെട്ടിയാ വരാൻ പോകുന്നത്. ഹല്ലേലൂയ. അതുപോലെ ഒരു കുഞ്ഞ് കുഞ്ഞിന് കൊടുക്കാൻ മൊബൈലൊക്കെ വാങ്ങിച്ചു. അങ്ങനെ എല്ലാവരുടെയും സ്വപ്നങ്ങള് ഒരൊറ്റ രാത്രി കൊണ്ട് എത്ര പേരുടെ സ്വപ്നങ്ങളാ പൊലിഞ്ഞു പോയി, എത്ര കുടുംബത്തിന് സ്വപ്നങ്ങളാ പൊലിഞ്ഞു പോയത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഹല്ലേലൂയ. കാരണം അവിടെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ ഇപ്പോഴും ആപത്തനർത്ഥങ്ങളിലൊക്കെ ഒരു വിശ്വാസ കൊച്ചൻ ഹല്ലേലൂയ അത് കീബോർഡ് വായിച്ച് ചിരിച്ചോണ്ടിരുന്ന കീബോർഡ് വായിക്കുന്ന ഹല്ലേലൂയ കൂടെ നിൽക്കുന്ന ആള് പാടുന്ന ഒരു പ്രത്യാശ ഗാനം പാടുന്ന ഹല്ലേലൂയ. അതൊക്കെ ഇങ്ങനെ ആൾക്കാർ എടുത്തിടുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാല് എല്ലാ മനുഷ്യന്റെയും ജീവിതം ഇത്ര തന്നെയാണ്. ആ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു നിമിഷം മതി ഇതൊക്കെ മാറിപ്പോകാനായിട്ട്. നമ്മുടെ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയില്ലോ. പക്ഷേ നമ്മുടെ ജീവിതത്തിനുള്ള ഗ്യാരണ്ടി എന്താന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശ എന്താന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ കൊണ്ട് ഒടുങ്ങി പോകത്തില്ല, തീർന്നു പോകത്തില്ല. നമ്മൾ നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, ഈ ശരീരത്തിൽ ഇരിക്കുന്ന ഗുണം. പക്ഷെ ഈ ഭൂമിയിൽ ഇരിക്കുന്നതിനെക്കാട്ടി എനിക്ക് സന്തോഷം എന്താന്ന് വെച്ചാൽ നമ്മുടെ കർത്താവിനോടൊപ്പം ആയിരിക്കുന്നത് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്നിട്ട് അപ്പൊ ആ ഒരു പ്രത്യാശ നമുക്കുണ്ട്. പക്ഷെ അതുകൊണ്ട് അതില്ലാത്ത ആൾക്കാരുടെ കാര്യം ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഇന്നലെ 49 പേര് മരിച്ചതിൽ 45 ഇന്ത്യൻസാ അതിനകത്തുള്ളത്. 24 മലയാളി. എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പത്തനംതിട്ട 6 പേര്, കൊല്ലത്തുനിന്നും ആണെന്ന് തോന്നുന്നുണ്ട്. കൊല്ലം ഡിസ്ട്രിക്ട്. അപ്പൊ അങ്ങനെ അത്രയും ആൾക്കാർ ഒരു പ്രദേശം തന്നെ ദുഃഖത്തിൽ ദുരന്തത്തിൽ. അപ്പൊ നമ്മള് ഇതൊക്കെ എന്ന് വെച്ചാൽ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിക്കുന്നില്ല. നമുക്ക് രോഗം വന്ന് ഒരു മരണസമയം നമുക്കറിയാം, രോഗം വന്ന് രോഗിയായിട്ട് കടന്ന് അല്ലെങ്കിൽ കഷ്ടപ്പെട്ടിട്ടാണ്. പക്ഷെ ഇപ്പൊ പെട്ടെന്നൊരു ആക്സിഡന്റ് നടക്കും, ഒരു ഫ്ലഡ് വരുന്ന അല്ലെങ്കിൽ ഒരു
ഹല ഇതുപോലെ സംഭവങ്ങൾ വരുന്നു. നമുക്കൊക്കെ അറിയാം, നല്ല ശുശ്രൂഷ, ശക്തമായ ശുശ്രൂഷയായിട്ട് ഹല്ലേലൂയ അവൻ ബാംഗ്ലൂരിൽ പോയിട്ട് വിതയിലേറ്റി പ്രസംഗിച്ചിട്ട് തിരിച്ചിറങ്ങി അഞ്ജലി പോളും കുഞ്ഞും ഒരു ആക്സിഡന്റ് അപ്പൊ തന്നെ തീർന്നു അല്ലേ. ഹല്ലേലൂയ. ലോകം നോക്കുമ്പോ അവരുടെ കുറിച്ച് കുറെ കുറവ്, പക്ഷെ അവരോട് ചോദിച്ചാൽ അവര് പറയും, ഇന്നിപ്പോ അഞ്ജലി പോലെ ആരെങ്കിലും കണ്ടിട്ട് ചോദിക്കണേ പറയും, ഞാനിവിടെ ഭൂമിയിൽ നിങ്ങോട്ട് വന്ന, ഞാൻ ഇവിടേക്ക് വന്നതാണ്, എന്റെ കർത്താവിന്റെ ഇടകിലേക്ക് വന്നേക്കുന്നത്. ദേ ആർ ഹാപ്പി. ഹല്ലേലൂയ. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ പറഞ്ഞു വേറെ എവിടെയൊക്കെയോ മെസ്സേജ് പോകുന്നുണ്ട്. അതുകൊണ്ട് പറയാം, നമ്മൾ കേൾക്കുന്ന വചനം, നമ്മൾ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ചില പീരിയഡിന്റെ അനുഭവത്തിലൂടെ പോകുമ്പോൾ, ചില പ്രതികൂലത്തിൽ കൂടെ, ചില പ്രതിസന്ധികൾ, ആ വചനം നമുക്ക് ഉപകാരമായിട്ട് സപ്പോസ് പറയുന്നത് ഇവിടെ, അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരിൽ ലഭിച്ചത് ഉറച്ചു നിൽക്കുന്നവർ എന്ന് വരികിലും ഇത് നിങ്ങൾ എപ്പോഴും ഓർപ്പം ഞാൻ ഒരുങ്ങിയിരിക്കും. അപ്പൊ അറിഞ്ഞാൽ മാത്രം പോരാ, അറിഞ്ഞതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അത് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പത്രോസ് പറഞ്ഞ, ഞാൻ എപ്പോഴും നിങ്ങൾ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുപോലെ നമ്മളൊക്കെ എന്നും ഇത് കേൾക്കുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തരും നമ്മളോട് ഓർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ ചില വിഷമത്തിലോ പ്രയാസത്തിലോ പ്രതികൂലത്തിൽ കൂടെ പ്രതിസന്ധി കൂടെ കടന്ന് നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാത്തപ്പം ഓരോ മെസ്സേജ് നമ്മളോട് ഓർമ്മിപ്പിക്കുക. എന്താ? ഇതാ നിങ്ങൾ കേട്ടത്, ഇതാ നിങ്ങൾ അറിഞ്ഞത്, ഇതിനകത്ത് ഉറച്ചു നിന്നോണം. ഇതാ നമ്മളോട് പറയുന്ന മെസ്സേജ്. അല്ലെ ഇന്നിപ്പോ രാവിലെ പ്രഭാതത്ത് ഇപ്പൊ ഞാൻ പറയാം, ഞാൻ മനസ്സിൽ വിചാരിച്ച വചനം വേറെ ഇവിടെ വന്നിരുന്നപ്പോ ദൈവത്തിന്റെ അനുഭവം മാറ്റി തന്നെ ഇന്ന് ഇരിക്കുന്ന ആർക്കെങ്കിലും ഇതിന്റെ കൂട്ടത്തിൽ എനിക്ക് തന്നെ ആയിരിക്കും ചില ഉപകാരം. കാരണം വെച്ചാൽ ഇതാണ് നിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, പക്ഷെ നീ കേട്ടത് ഇതാണ്, നീ അറിഞ്ഞത് ഇതാണ്, നീ ഇതിനകത്ത് ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. ഇതിൽ ഉറച്ചു നിന്നാൽ മാത്രമേ നിനക്ക് അതിന്റെ ഫലം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓടി അല്ലെങ്കിൽ വേറെ എന്തിന്റെയൊക്കെ പിന്നാലെയൊക്കെ പാഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. സ്ഥിരമായിട്ടൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതമാണെങ്കിലും വചന ധ്യാനമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കേട്ട വചനം നമ്മുടെ പ്രതികൂലത്തിലും പ്രതിസന്ധി ഇരിക്കുമ്പോൾ ലോകം എന്ത് പറയുന്നു, ലോകക്കാരെങ്ങനെ പോകുന്നല്ല, നമ്മൾ കേട്ട വചനം നമ്മൾ കണ്ണടച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. നമ്മളോട് ദൈവം എന്തൊക്കെയാണ് നേരത്തെ സംസാരിച്ചിട്ടുള്ളത്, ഏത് വചനമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ആയിരിക്കും സിറ്റുവേഷൻ നമ്മൾ ധൈര്യപ്പെടുത്തുന്ന ഏത് വചനം. ഞാൻ പറഞ്ഞു, എന്നെ ഏറ്റവും കൂടുതൽ ധൈര്യപ്പെടുന്ന വചനം എന്റെ ജീവിതത്തിൽ കേട്ടത് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ വിശ്വാസം എനിക്ക് എന്റെ ജീവിതത്തിൽ അന്ന് എന്റെ തലയിൽ കയറി എന്റെ ഉള്ളത്തിൽ കയറി, നിന്റെ തലയിൽ എത്ര മുടിയുണ്ടോ നീ അറിയുന്നത്, ഞാൻ അറിയാതിലൊന്ന് താഴെ ഞാൻ അറിയാതെ വീട്ടിൽ. പിന്നെ എന്നോട് കർത്താവ് യേശു ക്രിസ്തു പിലാത്തോസ് മുമ്പിൽ നിൽക്കുമ്പോൾ പറഞ്ഞൊരു വാക്യാണ്, മൂലം തരാം എന്റെ മേൽ നിനക്ക് യാതൊരു അധികാരമില്ല. അവിടെ പിലാത്തോസ് പറയുന്നത്, നീ എന്നോട് സംസാരിക്കുക, നീ ഓപ്പൺ അപ്പ് യുവർ മൗത്ത്, നിന്റെ വായു തുറക്കുക, നീ സംസാരിക്കും, നിന്നെ വിടുവിക്കാനും രക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ട് പുള്ളി പറയുന്നത്. അപ്പൊ ദൈവം പറയുന്നത്, നിനക്കുള്ള അധികാരം ഈ ഭൂമിയുള്ള അധികാരമാണ്, ഇതിനെക്കാട്ടി വലിയൊരു അധികാരം മുകളിലുണ്ട്. അപ്പൊ എന്റെ മേല് ആ മുകളിലാണ് അധികാരമുള്ള. ആ മുകളിൽ നിന്ന് തരാതെ എന്റെ മേൽ നിനക്ക് യാതൊരു അധികാരം. ഇത് തന്നെ നമുക്ക് ഓരോരുത്തരും ദൈവം നമ്മളോട് പറയുന്നതാണ്. നമ്മുടെ അധികാരി ആരാധിച്ച, നമ്മുടെ ഉടയവൻ ആരാധിച്ച ദൈവം സാക്ഷാൽ കർത്താവ് യേശുക്രിസ്തു നമ്മുടെ. അപ്പൊ ആ മുകളിൽ നിന്ന് കൊടുക്കാതെ നമ്മുടെ മേൽ ആർക്കും യാതൊരു അധികാരവും ഇല്ല. ഇപ്പൊ ഒരാള് നമ്മളെ വഴക്ക് പറയണമെന്ന് വിചാരിച്ചാൽ എപ്പോഴും മുമ്പിലേക്ക് വന്നാലും വന്ന വാ തുറക്കത്തില്ല, മുകളിൽ നിന്ന് അധികാരം കൊടുത്തിട്ടില്ലെങ്കിൽ. ഇനി മുകളിൽ നിന്ന് അധികാരം കൊടുത്താൽ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മളെ നോക്കുമല്ലോ ചീത്ത വിളിക്കും അല്ലെ. നമ്മുടെ ദാവീദ് പോലും പറഞ്ഞ അങ്ങനെയല്ലേ, ഒരാളൊന്ന് ശപിച്ചപ്പോ പറയും, വിട്ടേക്ക്, അവൻ ശപിച്ചോട്ടെ, ദൈവം യഹോവ കൽപ്പിച്ചൊക്കെ അവനോട് എന്നെ ശപിക്കാനിട്ട്, അവൻ ശപിച്ചോട്ടെ. കാരണം ദൈവം കൽപ്പിച്ചതാണെങ്കിൽ നമുക്ക് തടയാൻ പറ്റത്തില്ല. ദൈവം കൽപ്പിക്കാതെ, ദൈവം അനുവദിക്കാതെ ആർക്കും നമ്മുടെ നേരെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ ഉള്ളത്തിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ആരോടും ഒരു വിരോധ, വിഷമോ, ബുദ്ധിമുട്ടോ, പ്രയാസം ഒന്നും തോന്നത്തില്ല. ഇത് അപ്പൊ ഈ കേൾക്കുന്ന വചനം അതാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നത്. അതിവിടെ അത് നമ്മൾ ഓർപ്പിക്കാൻ വേണ്ടിയാ ഈ പോലെ അപ്പോസ്തലനാക്കി വെച്ചേക്കെന്ന് പറഞ്ഞു. ഇന്ന് നമ്മളെ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഒരു പ്രതികൂലത്തിൽ പ്രതിസന്ധി കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഓർമ്മിപ്പിക്കുന്ന അത് നമ്മുടെ ജീവിതത്തിലേക്ക് പൊങ്ങിയിടും. അപ്പോൾ എന്നിട്ട് എപ്പോഴും ഓർപ്പിഞ്ഞ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോയി അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കാൻ ഞാൻ ഈ കൂടാരത്തിരിക്കുന്നിടത്ത് നിങ്ങളെ ഓർപ്പിച്ചുണർത്തും യുക്തമെന്ന് വിചാരം. കർത്താവ് യേശു ക്രിസ്തു അറിവ് തന്നിച്ച പത്രോസ് അപ്പോസ്തലൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന് അറിവ് പ്രാപിച്ച മനുഷ്യനാണ്. അപ്പൊ അവിടെ വെച്ചാൽ ഈ കൂടാരം പൊളിഞ്ഞു പോകാൻ സമയമായെന്നൊക്കെ തിരിച്ചറിയാനുള്ള വിവേകമൊക്കെ പുള്ളിക്കൊണ്ട്. അത് എന്നുവെച്ചാൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഇനി കുറച്ചേ കാണത്തുള്ളൂ, കുറഞ്ഞെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണത്തില്ല. അപ്പൊ അതുപോലെ പത്രോസും പറയും, എന്റെ കൂടാരം ഇത് ഈ മൺകൂടാരം പൊളിഞ്ഞു പോകാൻ സമയമായി, ഞാൻ പാമ്പുവാ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തുന്ന ഞാൻ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ പറഞ്ഞു തരിക, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന്. അപ്പൊ നമ്മള് പണ്ടൊക്കെ അപ്പൂപ്പന്മാരും അമ്മമാരൊക്കെ മരിക്കാൻ സമയമാകുമ്പോൾ മക്കളെയൊക്കെ വിളിച്ചു നിർത്തി, യാക്കോബൊക്കെ പോയി മക്കളെ അനുഗ്രഹിച്ചത് വിളിച്ചു നിർത്തിയിട്ട് ഇതൊക്കെ കൊടുക്കലും ഉപദേശം കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ പറയണം, എന്താ ഞാൻ നിങ്ങൾ ഉപദേശിക്കുന്നത് എന്ന് വെച്ചാൽ കേൾക്കുന്നത്, കേട്ടിട്ടുള്ളത്,
ആമേ ഹാലെ അത് എപ്പോഴും അത് ഉറച്ചു നിന്നോണം ഹാലെ. എന്നിട്ട് അടുത്ത് പറയുന്നത് ഹല്ലേലൂയ ആമേ അവർ എന്റെ നിര്യാണത്തിന് ശേഷം നിങ്ങൾ അത് എന്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കണം ഞാൻ ഉത്സാഹിപ്പിക്കും. അപ്പൊ എന്റെ കാലം കഴിഞ്ഞാലും നിങ്ങളിത് കേട്ടതിൽ ഉറച്ചു നിന്നോണം, അത് ഓർപ്പിച്ചോണം. നിങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ അനേകരെ ഇത് ഓർപ്പിക്കുകയും ചെയ്യാന്നുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ഒരാൾ പ്രതികൂലത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് അയ്യോ സിസ്റ്റേ ഇതാണ് പ്രശ്നം, ഇതിനെക്കാട്ടി വലിയ പ്രശ്നത്തെ ഞാൻ പൊതെന്ന് പറഞ്ഞ് അവരൊന്നുകൂടെ ഉണ്ടാക്കാനല്ല, അവരെ ഉറപ്പിക്കുക. നമ്മൾ പലപ്പോഴും തീയുടെ അനുഭവത്തിൽ നിന്നിട്ടായിരിക്കും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ എല്ലാവരും നമ്മൾ കാണുന്നത് എല്ലാം നിൽക്കുന്ന ഈ ശുശ്രൂഷകന്മാരെല്ലാം ഭയങ്കര കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് നമ്മൾ ശുശ്രൂഷിക്കുന്ന ആരും വിചാരിക്കില്ല. അവരെല്ലാവരും ചിലപ്പോൾ ഒത്തിരി വിഷയത്തിൽ കൂടെയും പ്രശ്നത്തിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോഴായിരിക്കും അവരുടെ മേൽ കിടക്കുന്ന ഉത്തരവാദിത്തം അവർ ചെയ്യുന്നത്. ഇത് നമ്മുടെ മേൽ കിടക്കുന്ന നിർബന്ധമാണ്. നമ്മളൊരു ദിവസം ഇപ്പം വയ്യ സുഖമില്ലെന്ന് കിടന്ന് ഉറങ്ങിയേക്കാന്ന് വിചാരിച്ചാലും നമ്മുടെ മേൽ കിടക്കുന്ന നിർബന്ധമാണ് ഉത്തരവാദിത്തമാണ്. അയ്യോ ആൾക്കാർ വരുമ്പോഴത്തേന് ഇവരെല്ലാം ജോയിൻ ചെയ്യുമല്ലോ, അപ്പൊ ആ സമയത്ത് ഇങ്ങനെ എണീക്കണമല്ലോ, ജോയിൻ ചെയ്തില്ലെങ്കിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ വചനം പറയണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എത്ര വയ്യാഴിക ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര നമ്മുടെ ഹൃദയത്തിൽ എത്ര വേദന ഉണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ വചനം വരുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഇത് ശുശ്രൂഷിക്കുന്നതിന്റെ കാര്യം നമ്മൾ ഓരോരുത്തരും കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം കഴിഞ്ഞാൽ വ്യക്തിപരമായ എല്ലാവർക്കും വിഷയങ്ങളുണ്ടാകും, വിഷയങ്ങളില്ലാത്ത മനുഷ്യരുണ്ടാകത്തില്ല. പക്ഷെ ഈ വിഷയങ്ങളല്ല നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മുടെ കർത്താവിന്റെ വചനമാണ് നമ്മൾ ഉറപ്പിക്കുന്നത്, വചനമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്, വചനത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നതെങ്കിൽ ഈ വിഷയങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ വിഷയമല്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് നമ്മുടെ പ്രോവബ്സിനകത്ത് ഒരുപാട് വചനങ്ങൾ അതിനെ അനുബന്ധിച്ച് ഉണ്ട്. നമ്മൾ വചനത്തിൽ നിലനിൽക്കണം. വചനത്തിൽ അതുപോലെ നമ്മുടെ ഈ സങ്കീർത്തനം 119 അധ്യായത്തിൽ നമ്മൾ വായിച്ച മനസ്സിലാവും, അവിടെ എല്ലാം വചനത്തെ കുറിച്ചുള്ള. അപ്പൊ വചനം എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കുന്ന, വചനം നമുക്ക് എങ്ങനെ പോകാം, നവചനത്തിൽ നമുക്ക് എങ്ങനെ ജീവിക്കാമെന്ന് അവിടെ ഒക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഞാൻ അധികം വചനത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ കേൾക്കുന്നത് എപ്പോഴും നമുക്ക് ഉപകാരം, നമ്മൾ കേൾക്കുന്നത് നല്ല നിലത്ത് വീണ വിത്ത് പോലെയായി നമ്മൾ കേട്ടത് അധിക ശ്രദ്ധയോടെ നമ്മൾ കരുതിക്കൊള്ളണം. അത് ഒഴുകിപ്പോകാൻ ചാൻസ് ഭയങ്കര. കാരണം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ലോകത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ലോകത്തിന്റെ സിസ്റ്റം എപ്പോഴും ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ ശബ്ദത്തെയും നമ്മൾ ഇന്ന് മാറ്റിക്കളയാൻ ശ്രമിക്കും. എന്നിട്ട് അവരവിടെ ലോകത്തെ കുത്തിക്കേറ്റാനായിട്ട് നിറയ്ക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് ഞാൻ പറയാം, പണ്ട് കുഞ്ഞുനാളിൽ 5 വയസ്സുള്ളപ്പോ ഓർമ്മ വെച്ച കാലം മുതലേ കണ്ട സിനിമയോ കേട്ട കഥകളൊക്കെ ഇപ്പോഴും നമ്മുടെ തലയിലുണ്ടാകും, കൃത്യമായിട്ടൊന്നും മറന്നു പോകത്തില്ല അല്ലേ? പക്ഷേ ഇന്നലെ കേട്ട വചനം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ മറന്നു. ഇതെന്താ വെച്ചാൽ ഈ ലോകത്തിന്റെ സിസ്റ്റമാണ്. ഈ ലോകത്തിലെ ഇത് ലോകത്തിന്റെ സിസ്റ്റമായിട്ട് നമ്മുടെ തലയ്ക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇതിരിക്കാത്തതിന്റെ കാര്യം കാരണം ഇത് മാറ്റിക്കളി. പക്ഷെ നമ്മൾ അപ്പോഴൊക്കെ അങ്ങനെ വചനം നിങ്ങൾക്ക് ഒട്ടും നിങ്ങളുടെ തലയിലേക്ക് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തലയിൽ കൈവച്ച് തന്നെ പ്രാർത്ഥിക്കണം. ഈ ബ്രെയിൻ ദൈവം സൃഷ്ടിച്ചത് എന്തോ പർപ്പസിനോട് സൃഷ്ടിച്ച് അത് ഇപ്പൊ അതിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് അതിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കൂട്ടി നിറച്ച് അതിനെല്ലാം റീഷഫിൾ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിലേക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം മാറിപ്പോയിട്ട് എനിക്ക് വേണ്ടുന്ന ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പർപ്പസിന് വേണ്ട കാര്യങ്ങൾ മാത്രം ഇതിലിരിക്കാൻ സ്റ്റോർ ആകാം. ബാക്കിയെല്ലാം വേണ്ടാത്തതെല്ലാം നമ്മൾ ഹാർഡ് ഡിസ്ക് ഒക്കെ, കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് ചിലപ്പോൾ ഫോർമാറ്റ് ചെയ്ത് നടക്കുന്നത് എല്ലാം ഫോർമാറ്റ് ആയിപ്പോട്ടെ അല്ലെങ്കിൽ എല്ലാം ഡിലീറ്റ് ആയിപ്പോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇത് പ്രാർത്ഥിച്ച് അങ്ങനെ നമുക്ക് വചനം ഒട്ടും നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നില്ല എങ്കിൽ, അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ ആരെങ്കിലും പോകുന്നെങ്കിൽ അവർ പ്രാർത്ഥിക്കുക തന്നെ വേണം. പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ തലയിൽ ആവശ്യമില്ലാതെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മളെ കണ്ണടയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കുക, വെളിപ്പാട് കാണുന്ന സ്ഥലത്ത് വേറെ വല്ലതൊക്കെ കാണുന്നെങ്കിൽ അതൊക്കെ മാറിപ്പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കാരണം ഇതെന്താ വെച്ചാൽ ഇത് നമ്മുടെ ജഡം എപ്പോഴും നമ്മുടെ ശരീരം എപ്പോഴും ഈ ഭൂമിയിലുള്ളതാണ്, ഈ ലോകത്തിൻ്റെതാണ്, ഈ ലോകത്തിന്റെ സിസ്റ്റത്തിനനുസരിച്ച് അത് വർക്ക് ചെയ്തു. ഇതിനെ നമ്മൾ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന് മാറ്റി ദൈവരാജ്യത്തിന്റെ സിസ്റ്റത്തിലേക്ക്, ഹെവൻലി ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക ചെയ്യുന്നു. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഉറങ്ങാൻ ഇഷ്ടമുള്ള സമയം എന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് ആണ് അല്ലേ? ഇപ്പൊ ഇവിടുത്തെ ഞങ്ങളുടെ സമയം 2:30 തുടങ്ങിയിട്ട് നമ്മുടെ ഇന്നത്തെ ഡെയിലി പ്രാർത്ഥന നടക്കുന്നത്. നിങ്ങളുടെ അവിടെ 4 മണി തുടങ്ങിയിട്ട്, പലരും ഇരിക്കുന്ന ടൈം സോൺ ഡിഫറെന്റ് ആണ്. ഇന്ത്യയിൽ ഇപ്പൊ 4 മണി തുടങ്ങിയിട്ടാണ്. ഈ സമയമാണ് ഏറ്റവും നന്നായിട്ട് മനുഷ്യർ ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന സമയം അല്ലേ? വെളുപ്പാങ്കാലത്ത് ഉറങ്ങാൻ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം ആണ്. പക്ഷെ നമ്മള് ആ സമയത്തെ ഉറങ്ങാതെ എഴുന്നേറ്റ് ഇവിടെ ഇരിക്കുന്ന എന്നാട്ടെ നമ്മുടെ ജഡത്തിന് ഉറങ്ങാനായി ഇഷ്ടം. അപ്പൊ നമ്മൾ ജഡത്തിനെ പ്രാക്ടീസ് ചെയ്യിക്കുകയാണ്, നീ ഇപ്പൊ ഉറങ്ങണ്ട.
ഈ സമയമാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം വെച്ചാൽ പ്രകൃതി എല്ലാം നിശ്ചലമായിരിക്കുന്ന സമയം. ഹല്ലേലൂയ. ഒരു ഡിസ്റ്റർബൻസും ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത സമയം. ഹല്ലേലൂയ. നമുക്ക് എപ്പോഴും ദൈവമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. പിന്നെ ആത്മമണ്ഡലത്തെ കുറിച്ച് കുറെ അതൊക്കെ വിടും. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ജഡത്തിനൊക്കെ ഹല്ലേലൂയ നമ്മൾ ഏത് വാക്ക് ഏത് സമയത്ത്, ഉച്ച സമയത്തോ പകലോ സന്ധ്യയ്ക്ക് ഒന്നും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടാത്ത ഒരു ഹല്ലേലൂയ അറ്റ്മോസ്ഫിയർ നമുക്ക് ഈ ഏർലി മോർണിംഗ് കിട്ടും. അതുകൊണ്ട് നമ്മുടെ ജഡം ഉറങ്ങേണ്ട സമയത്ത് നമ്മുടെ ജഡത്തിനെ ഉണർത്തി ഉറക്കാതെ പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തി നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് സ്പെൻഡ് ചെയ്യുന്നു. ഇതാണ് നമ്മളെ പുറത്തെ മനുഷ്യനെ നമ്മൾ അകത്തെ മനുഷ്യന്റെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിപ്പിച്ചു കൊണ്ടുവരുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ചിന്താ മണ്ഡലം, ബുദ്ധി മണ്ഡലത്തെ സകലത്തെ ശരീരത്തിന് ഓരോ അവയവങ്ങളെ പോലും നമ്മൾ അതിനെ പരിശീലിപ്പിക്കണം. എന്തിനു വേണ്ടി? ദൈവരാജ്യത്തിന് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉപവാസത്തോടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചില നല്ല അന്നത്തെ ദിവസം ഏറ്റവും നല്ല ഫുഡ് കാര്യങ്ങൾ മറിച്ചതൊക്കെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തും, മുമ്പിലേക്ക് വീഴും. അപ്പൊ നമ്മുടെ ജഡം എന്ത് പറയും? അയ്യോ, ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു വെച്ച് തിന്നു നോക്കിയാലോ എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ എന്ത് പറയുന്ന വെച്ചാൽ നമ്മൾ ഫാസ്റ്റിങ്ങാ, തിന്നാൻ പാടില്ല, അവിടെ അനങ്ങാതിരിക്കാൻ പറയും. ഹല്ലേലൂയ. പണ്ട് നമ്മുടെ അത്ര സിസ്റ്റർ പറഞ്ഞു, അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയും ഇച്ചിരി എടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറയാം, വെച്ചേക്ക് കേക്ക് മറ്റേ മറിച്ചേ, കാരണം ഇത് കഴിയുമ്പോ എനിക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെക്കാറുള്ളത്. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാൽ അന്നേരം നമുക്ക് കഴിക്കണതൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് എത്ര ഇഷ്ടമുള്ള ഫുഡ് മുമ്പ് വന്നാലും നമ്മൾ കഴിക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കഴിച്ചാൽ നമ്മൾ ജഡത്തിനനുസരിച്ച്, പണ്ട് പാസ്റ്റ് ഉപവാസത്തിൽ പോയി പഴംപൊരി കണ്ടോ മേടിച്ച് തിന്നതുപോലെ ആയി പോകും നമ്മൾ. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ആകരുത്. അങ്ങനെ നമ്മൾ ആകാൻ പാടില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധ നമ്മൾ ഓർപ്പിക്കും. അപ്പൊ ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനം ഓരോ ദിവസം കേൾക്കുന്നത് നിങ്ങൾ തന്നെ ഇന്ന് പ്രാക്ടീസ് ചെയ്തു. ഞാൻ പണ്ടൊക്കെ എപ്പോഴും പറയും, ഞാൻ നോട്ട്സ് എഴുതും, ഇത് എവിടെയെങ്കിലും മാറ്റി വെക്കത്തില്ല. തിരിച്ച് വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ ഞാൻ കുളിച്ച് വൃത്തിയാക്കി പ്രാർത്ഥിക്കാനൊക്കെ വന്നിരിക്കുമ്പോ ഞാൻ ആദ്യം ഈ നോട്ട്സും കേട്ട വചനവും എടുക്കും. ഇത് രണ്ടും കൂടെ വെച്ച് വീണ്ടും ഞാനിത് വായിക്കും. ഇത് വായിച്ച് ഇവിടെ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചത് ക്ലാരിഫൈ ചെയ്യും. എന്നിട്ടാ ഞാൻ കിടന്ന് ഉറങ്ങത്തുള്ളായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അതെന്ന് ഇത് നിങ്ങൾ നോട്ട്സ് എഴുതുന്നവരൊക്കെ എഴുതിയിട്ടത് മാറ്റി വെക്കരുത്. ഇത് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ സമയം കിട്ടും, നമ്മൾ ചിലപ്പോൾ മാറ്റി വെക്കും. നമ്മൾ പ്രാണികളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ വന്നിരിക്കുമ്പോൾ ഇത് എടുക്കണം നിങ്ങൾ കയ്യിൽ. എടുത്തിട്ട് നിങ്ങൾ ഈ വചനവുമായിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. ഇനി ദൈവത്തോട് ചോദിച്ചാൽ മറുപടി കിട്ടില്ല, ഇത് പറഞ്ഞ ആളോട് തന്നെ തിരിച്ച് വ്യത്യാസം ഒന്ന് ചോദിക്കണം. എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടല്ലോ, എനിക്കിത് ക്ലിയർ ആയില്ലോ എന്നൂടെ പറഞ്ഞു തരാൻ പറ്റും. ഇത് ഡൗട്ട് ഒരിക്കലും മനസ്സിൽ വെച്ചോണ്ടിരിക്കല്ലോ, വചനം കേൾക്കണം. അതിനെ ഏറ്റവും നല്ല ക്ലിയർ ആയിട്ട് പറയാം, ദൈവം തന്നെയാ. പരിശുദ്ധാത്മയോട് ചോദിക്കുക, പരിശുദ്ധാത്മ നമ്മളോട് സംസാരിക്കുന്നത്. ഇനിയിപ്പോ പരിശുദ്ധാത്മ സംസാരിച്ചിട്ട് നമുക്ക് ക്ലിയർ ആയില്ലെങ്കിൽ അത് വീണ്ടും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം എപ്പോഴും വചനം എപ്പോഴും ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ വചനം ആഴത്തിൽ വരും. നമ്മൾ കേട്ട നോട്ട്സ് എഴുതി വെച്ച് പോയി, പക്ഷെ അന്ന് ചേട്ടൻ ചിലപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വചനം ക്ലിയർ ചെയ്യാം. പക്ഷെ നമ്മൾ ഒന്നും കൂടെ വന്നത് നമ്മൾ തന്നെ അത് വായിച്ച് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇത് എവിടെയെങ്കിലും ഒന്ന് പ്രസന്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ മോളോടൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഏറ്റവും എനിക്ക് അത്രയ്ക്കും ഭയങ്കര ഇതായിട്ടുള്ള വചനം നമ്മൾ ഗ്രൂപ്പിൽ ഞാൻ പറയാം ഞാൻ കേട്ടതാന്ന് വന്ന് പറയാം. പക്ഷെ അവിടെ പറയുമ്പോൾ ഇതെന്താ സംഭവിക്കും, ഇത് നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുക ചെയ്യും. പിന്നെ അത് അവിടുന്ന് പോകത്തില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്ന് വായിക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഈ സാധനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും ഇല്ല. നമ്മൾ ക്ലാസ്സിൽ കേൾക്കുന്ന നോട്ട്സ് എഴുതും, വീട്ടിൽ വന്നിട്ട് ഇത് വീണ്ടും നമ്മൾ എക്സസൈസ് ചെയ്യും. നമ്മളിത് വായിക്കും, പഠിക്കും, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുമ്പോഴാണ് ഇത് ഉള്ളിലേക്ക് കേട്ട് നമ്മൾ എക്സാമിന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ സെയിം കാര്യം തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വചനം കേൾക്കുമ്പോഴും ചെയ്യണം. അപ്പൊ അത് ചെയ്യാൻ സമയം കണ്ടെത്താതെ നമ്മൾ ഒരുപാട് കേട്ടത് കൊണ്ട് നമുക്ക് ഉപകാരമേ വരത്തില്ല, അത് ഒഴുകിപ്പോകും. അങ്ങനെ ഒഴുകി പോകരുത്. ഒഴുകിപ്പോയി നമുക്ക് ഇത് ഉപകാരമേ വരത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വചനം അല്പമേ ഉള്ളെങ്കിലും അത് അതിനെ നമ്മൾ ഉറപ്പിച്ചിട്ട് വേണം പിന്നെ അടുത്ത കേൾക്കാനായിട്ട് പോകാനായിട്ട്. അപ്പൊ അതുകൊണ്ട് വചനത്തിൽ ആഴത്തിൽ വേരൂന്ന് നിൽക്കണം. ആഴത്തിൽ നല്ല മണ്ണിൽ വിതച്ച വിത്ത് മാത്രമേ നമുക്ക് ഫലം തരത്തുള്ളൂ. അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉപകാരമായി വരത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സാഹചര്യത്തിൽ നമ്മൾ ഏത് സാഹചര്യത്തിൽ കൂടെ പോയാലും അതിനെല്ലാം നമ്മൾ ഉറപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ വചനത്തിൽ നമ്മൾ ഉറക്കുകയും നിലനിൽക്കുകയും ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരമായി വരണം. കേൾക്കുന്നതൊക്കെ ഉപകാരമായി വന്നില്ലെങ്കിൽ വെറുതെ നമ്മൾ സമയം വേസ്റ്റ് ആക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ നമ്മൾ
കൂടുതൽ ശ്രദ്ധയോടെ വചനത്തിന് വേണ്ടിയിട്ട് സമയം വേർതിരിക്കണം. നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ വീണ്ടും അത് പോയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. അതിനെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ച് ദൈവത്തോട് തന്നെ ചോദിച്ച് അത് നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കണം. ഉറപ്പിച്ചിട്ട് വേണം അടുത്തത് കേൾക്കാനായിട്ട്. ഹല്ലേലൂയ. അത് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും അനുഗ്രഹിക്കും. പറയട്ടെ. ആമേൻ.